ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച് തിരുവനന്തപുരം സെഷൻസ് കോടതി. അന്വേഷണവുമായി സഹകരിക്കണം, എല്ലാ ആഴ്ചയും ഹാജരാകണം. അപ്പീലുമായി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക്. രാഹുൽ ഈശ്വർ നാളെ ഉച്ചവരെ പോലീസ് കസ്റ്റഡിയിൽ. വീർ സവർക്കർ അവാർഡ് വിവാദത്തിൽ കോൺഗ്രസിന് താൽക്കാലിക ആശ്വാസം. HRDS അവാർഡ് സ്വീകരിക്കില്ലെന്ന് തരൂർ. അവാർഡിനെ കുറിച്ച് അറിഞ്ഞത് ഇന്നലെ മാത്രമെന്ന് തരൂർ. ചോദ്യത്തോട് കൈകൂപ്പി പ്രതികരിക്കാതെ VD സതീശൻ. VC നിയമനത്തിൽ ഗവർണർ ഇടഞ്ഞു തന്നെ. സർക്കാരിന്റെ അനുനയ നീക്കം പാളി. താൻ നിശ്ചയിച്ചവർ യോഗ്യരെന്ന നിലപാടിൽ ഉറച്ച ഗവർണർ. രാജ്ഭവനിലെത്തിയത് P രാജീവും R ബിന്ദുവും. മുഖ്യമന്ത്രി എത്താത്തതിൽ ഗവർണർക്ക് അതൃപ്തി. ചർച്ച തുടരുമെന്ന് P രാജീവ്. വടക്കൻ കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നാളെ. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിൽ വിധിയെഴുത്ത്. ഒന്നാം ഘട്ടത്തിന്റെ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിഷേധവുമായി തിരുവനന്തപുരത്ത് സാംസ്കാരിക കൂട്ടായ്മ. നിലപാട് മാറ്റിയെങ്കിലും അടൂർ പ്രകാശിന്റെ പരാമർശം വിടാതെ CPM. കോൺഗ്രസിന്റെ നിലപാട് തന്നെയെന്ന് ശിവൻകുട്ടിയും P രാജീവും. അടൂർ പ്രകാശിനെ പാടെ തള്ളി തടിയൂരാൻ കോൺഗ്രസ്. മലയാറ്റൂരിലെ 19-കാരിയുടെ മരണം കൊലപാതകം. ആൺ സുഹൃത്ത് അറസ്റ്റിൽ. സംശയത്തെ തുടർന്നുള്ള തർക്കത്തിൽ തലക്കടിച്ചെന്ന പ്രതിയാലൻ. കൊലപാതകം മദ്യലഹരിയിൽ. തലയിൽ കല്ലുകൊണ്ട് മർദ്ദിച്ച പാടുകൾ.